ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരം എന്നതാണ്. ഹൃദയസ്തംഭനം സംഭവിച്ചു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടിയുടെ നില അതീവ ഗുരുതരം എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ? യെസ് അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ടി വാസുദേവൻ നായർ, കേരളത്തിന്റെ അഭിമാനം, മലയാളികളുടെ അഭിമാനം. ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന വാർത്ത. അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം മാറിമറിഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരിക്കുന്നു എന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഔദ്യോഗികമായി തന്നെ പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ്. ഇന്റൻസീവ് മെഡിക്കൽ സപ്പോർട്ടിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ കാർഡിയാക് ഫംഗ്ഷൻ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ ആരോഗ്യ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രധാനമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുറത്തു വരുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പ് അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ്. 91 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലും പിന്നീട് വീട്ടിലുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലായി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. അവിടെ ICUവിലാണ്. അതീവ ഗുരുതരം എന്നതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. മലയാള ഭാഷയെ ജ്ഞാനപീഠത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ച പ്രിയപ്പെട്ട സാഹിത്യകാരൻ കൂടിയാണ് ടി വാസുദേവൻ നായർ. അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. തുടർച്ചയായി ആരോഗ്യം മോശമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നതാണ്. എന്നാൽ അതിനുശേഷം ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്ത് വന്നിരുന്നത്. ഇപ്പോൾ വീണ്ടും ആരോഗ്യനില മോശമായിരിക്കുന്നു. ടി വാസുദേവൻ നായരുടെ നില അതീവ മോശം എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകരോട് വാർത്തയായി അറിയിക്കേണ്ടി വരുന്നത്. സജിത്ത്, എപ്പോഴാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയത്? അതിൽ കൂടുതൽ വിവരങ്ങൾ പറയുന്നുണ്ടോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ, സാഹിത്യകാരൻ ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ, മലയാള സാഹിത്യത്തെ രചനാ വൈഭവം കൊണ്ട് പല തലങ്ങളിലേക്ക് ഉയർത്തിയ, കൂടുതൽ ജനകീയമാക്കിയ കഥാകാരൻ ആണ് ഇപ്പോൾ അതീവ ഗുരുതര അവസ്ഥയിൽ തുടരുന്നത്. മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി ജ്ഞാനപീഠം എത്തിച്ച പ്രിയപ്പെട്ട സാഹിത്യകാരൻ്റെ നില അതീവ ഗുരുതരം എന്നത് മലയാള സാഹിത്യ ലോകത്തിന് ഏറെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വായനക്കാർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അങ്ങനെ നിരവധിയായ ആളുകളുടെ പ്രാർത്ഥനകൾ ആണ് ഈ മണിക്കൂറുകളിൽ. എന്നാൽ ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും തീവ്രപരിചരണ വിഭാഗത്തിലടക്കം പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ അടക്കം പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരം എന്ന തരത്തിലാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ അദ്ദേഹം പലവട്ടം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും പിന്നീട് നേരിയ കുറവ് വന്നതിനെ തുടർന്ന് വീട്ടിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 15-നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ടിയെ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ട അവസ്ഥയിലായിരുന്നു പ്രവേശിപ്പിക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ സാച്ചുറേഷൻ ലെവൽ, അതായത് രക്തത്തിലെ ഓക്സിജന്റെ അളവടക്കം വളരെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇന്നലത്തേക്കാൾ കൂടുതൽ വഷളായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം മോശമായ രീതിയിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെ തുടരുന്നു. അദ്ദേഹത്തിന് ഹാർട്ട് ഫെയിലിയർ, ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും പറയുന്നു. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് സ്പെഷ്യലിസ്റ്റ്, വിദഗ്ധരുടെ ഒരു സംഘം, ശ്വാസകോശ വിദഗ്ധർ, ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തെ ചികിത്സിക്കുന്നു. കാർഡിയാക് ICUവിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. ബൈപ്പാസ്
സംവിധാനങ്ങളോടുകൂടി അദ്ദേഹത്തിന് കൃത്യമായ ശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം മാറ്റിയിട്ടില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, നെഞ്ചിന് വീക്കം അനുഭവപ്പെടുന്നുണ്ട് എന്നും ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സ്ഥിതിഗതികൾ വളരെ ജാഗരൂകമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വൈകാതെ അടുത്ത ബുള്ളറ്റിനായി ഇറക്കാനുള്ള സാധ്യതകളും കാണുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ, രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹത്തിന്റെ സാഹിത്യകാരൻ, സിനിമാ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാണ് എന്ന, അല്ലെങ്കിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. തീർച്ചയായും അനീഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യം. സജിത്ത് കൂടി തുടരുന്നുണ്ട്. സജിത്ത്, നേരത്തെ നമുക്കറിയാം ഇതിനു മുമ്പും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീരെ ക്ഷീണിതനായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ നിരന്തരമായി അലട്ടുന്ന സാഹചര്യം, തുടർച്ചയായ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായിരിക്കുന്നു എന്നുകൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ സജിത്ത്? അഭിലാഷ്, ഒരു മെഡിക്കൽ ബുള്ളറ്റിനും കൂടെ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ആശുപത്രിയിലും ഒപ്പം വീട്ടിലേക്കും ഈ തിരികെ യാത്രയിലാണ്. കോഴിക്കോട് സിറ്റിയിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലാണ് പലപ്പോഴും. MTയുടെ കുടുംബാംഗങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിലുണ്ട്, പിന്നീട് ആരോഗ്യനില മെച്ചപ്പെടുന്നു. ഇതാണ് പൊതുവിലുണ്ടായ സാഹചര്യം. പക്ഷേ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളായി അദ്ദേഹം പൂർണ്ണമായും ആശുപത്രി വാസം തന്നെയാണ്. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ, ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സയിലാണെങ്കിൽ കൂടിയും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുന്നത് ഇതാദ്യമാണ്. MTയുടെ ആരോഗ്യനില സംബന്ധിച്ച ഒരുപക്ഷേ ആശുപത്രി അധികൃതർക്ക് നിരന്തരമായ അന്വേഷണങ്ങൾ വരുന്നത് കൊണ്ടാവാം ഔദ്യോഗികമായി തന്നെ ആശുപത്രി ഇക്കാര്യം വിശദീകരിച്ചത് എന്ന് വേണം കരുതാൻ. വിദഗ്ധ സംഘം, ആരോഗ്യ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുകയാണ്. എന്തായാലും ഈ മെഡിക്കൽ ബുള്ളറ്റിന്റെ പൊതുചിത്രം, ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്ന സാഹചര്യം. കൂടുതൽ വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കരുതാം. MTയുടെ 91 വയസ്സുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് പോലെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിന് നൽകുന്ന സൂചനകൾ. അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുന്നു എന്നതാണ്. ഉടൻ തന്നെ നമുക്കൊരു വിശദീകരണം വീണ്ടും പ്രതീക്ഷിക്കാം. MT വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ മോശം എന്നാണ് അറിയുന്നത്. വിദഗ്ധ സംഘം ഇപ്പോഴും പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 91 വയസ്സുള്ള അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്. സജിത്ത്, നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ നൽകി അത് ഭേദപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടായതോടുകൂടിയാണ് നില അതീവ ഗുരുതരം എന്ന നിലയിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിട്ടുള്ളത്. ഈ മെഡിക്കൽ ബുള്ളറ്റിന് മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? മറ്റു കൂടുതൽ വിവരങ്ങൾ പരാമർശിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഡോക്ടർമാരെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ബേബി മെമ്മോറിയലിലെ എന്താണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്. എന്തായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി നൽകാൻ കഴിയുന്ന വിശദീകരണം. ഞാൻ ആ മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെ ഒന്ന് ഉദ്ധരിക്കാം. മിസ്റ്റർ MT വാസുദേവൻ നായർ, ഏജ്ഡ് 91 years, had been admitted to Baby Memorial Hospital in critical condition with a diagnosis of heart failure എന്നതാണ് അതിൻ്റെ പ്രധാനമായ. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഫെയിലിയർ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു എന്നത് മെഡിക്കൽ ബുള്ളറ്റിൻ്റെ വ്യക്തമാവുന്നു. നമ്മൾ മുമ്പും പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മോശപ്പെട്ട ചില കാര്യങ്ങൾ, സൂചനകൾ വന്നപ്പോൾ തന്നെ നമ്മൾ ആശുപത്രി അധികൃതരുമായി പലവട്ടം ബന്ധപ്പെട്ടപ്പോഴും ഔദ്യോഗികമായൊരു വിശദീകരണം അദ്ദേഹത്തിന് ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട്, എന്നാൽ ചില അവസ്ഥകളിൽ മോശമാകുന്ന സാഹചര്യവുമുണ്ട്. കുടുംബാംഗങ്ങളും നൽകിയിരുന്ന വിശദീകരണം അങ്ങനെയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ഔദ്യോഗികമായി തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരം വ്യക്തമാക്കുന്നു. അതീവ ഗുരുതരമായ സ്ഥിതിയിൽ തന്നെയാണ്. വിദഗ്ധ സംഘം ഡോക്ടർമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നേരിട്ട് വാച്ച് ചെയ്യുന്നു എന്ന് തന്നെയാണ്.
ഒരുപക്ഷെ വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് അദ്ദേഹത്തെ മാറ്റിയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ മാത്രമാണ് നമുക്ക് ആധികാരികമായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുക. നമുക്കതിന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകുമെന്ന് കരുതാം. തീർച്ചയായും MTയുടെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇത്രമേൽ അധികം ആളുകൾ ഈ വായനയുടെ ലോകത്തേക്ക് എത്തിച്ച മറ്റൊരു കഥാകാരൻ തന്നെ ഉണ്ടാകുന്നില്ല. രചനകളുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആസ്വാദകനെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിപ്പിച്ച ഒരു കഥാകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് MTയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഉള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് അനുനിമിഷം ഞങ്ങൾക്ക് എത്തിക്കേണ്ടിയും വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നേരത്തെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഏറെ മോശമായിരുന്നു. സജിത്ത് സൂചിപ്പിച്ചതുപോലെ 91 വയസ്സുള്ള MT വാസുദേവൻ നായരുടെ ജന്മദിനങ്ങളിൽ അടക്കം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം വായനക്കാരിലേക്കോ അല്ലെങ്കിൽ ആസ്വാദകരിലേക്കോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം അദ്ദേഹത്തോടൊപ്പമുണ്ട്. പലപ്പോഴായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴൊക്കെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ വിദഗ്ധ സംഘമാണ് MT വാസുദേവൻ നായരെ ചികിത്സിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോഴും ഈ ഹൃദയസ്തംഭനം ഉണ്ടായി എന്നതാണ് ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശങ്ക കൂടുതൽ ഉണ്ടാക്കുന്നത്. അല്പസമയത്തിനകം അടുത്ത മെഡിക്കൽ ബുള്ളറ്റിനിൽ ഏത് നിലയിലാണ് MTയുടെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നത്, മരുന്നുകളോട് കൂടുതൽ പ്രതികരിക്കുന്നുണ്ടോ എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്യും. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിന്റെ വിശദാംശങ്ങൾ ആണ് TG സജിത്ത് പങ്കുവച്ചത്. അതുപ്രകാരം MTയുടെ നില ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി MT വാസുദേവൻ നായരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മരുന്നുകളോട് നല്ല രീതിയിൽ ആയിരുന്നു MT പ്രതികരിച്ചിരുന്നത് എന്നത് ആയിരുന്നു ആ സമയത്തെ സാഹചര്യമെങ്കിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടെ ഹൃദയസ്തംഭനം ഉണ്ടായി എന്നുള്ള വിവരം കൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനിടയിലാണ് ഹൃദയസ്തംഭനം ഉണ്ടായിട്ടുള്ളത്. എങ്കിലും തീർച്ചയായും MTയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ വിദഗ്ധ സംഘം ഉൾപ്പെടുന്ന ഡോക്ടർമാർ.